എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഈ ബഹുമാനപ്പെട്ട ചാക്കോച്ചൻ ഓരോ ഇടവകയിലുമായിരുന്നപ്പോൾ എത്രയോ ശ്രേഷ്ഠമായ വിധത്തിലാണ് ഇടവകയിലെ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നുള്ളതാണ്. ആരെയും വേദനിപ്പിക്കാതെ മുറിപ്പിക്കാതെയും എടുക്കുന്ന ജോലികളെല്ലാം ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും നിർവഹിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ചാക്കോച്ചൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത് ഏത് മേഖലയിലായിരുന്നാലും ഏത് ഇടവകയായിരുന്നാലും അതൊക്കെ സ്നേഹത്തോടു കൂടി ഏറ്റെടുക്കാനുള്ള നല്ല മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എനിക്ക് വളരെ പ്രത്യേകമായിട്ട് പറയാൻ തോന്നുന്നത്, അദ്ദേഹത്തിന് ഇടവകയിൽ ചെല്ലുമ്പോൾ ആ ഇടവകയിലെ ആളുകളുമായിട്ട് അഭേദ്യമായ ബന്ധം, എല്ലാവരും അറിയും. ആടുകളുടെ മണമുള്ള ഒരു ഇടയനാണ്. പേര് ചൊല്ലി വിളിക്കാൻ കഴിവുള്ള അച്ഛനാണ്. അത്രമാത്രം സ്വാധീനം ജനത്തോടുണ്ട് അദ്ദേഹത്തിന്. മാത്രമല്ല, അവരുടെ അഭ്യുന്നതിക്ക് വേണ്ടിയിട്ട്, അവരുടെ ആത്മീയ ഉത്കർഷത്തിന് വേണ്ടിയിട്ട് ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം കാഴ്ചവെക്കുമായിരുന്നു. ഇടവകയിൽ വന്നു ചേർന്ന് കഴിഞ്ഞാൽ ആ ഇടവകയ്ക്ക് എന്താണ് ആവശ്യം, എന്ത് പ്രവൃത്തിയാണ് തന്നിലൂടെ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. കർമ്മ പരിപാടികൾ പ്ലാൻ ചെയ്ത് ഓരോ മാസത്തേക്കും ഉള്ള പ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹം ഓരോ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യും. യുവാക്കളോട് അകമഴിഞ്ഞ സ്നേഹം കാണിച്ചിരുന്ന ഒരു അച്ഛനാണ്. എല്ലാവരും കൂടെ ചേർത്ത് പിടിച്ച് ഒപ്പം കൊണ്ട് നടക്കുന്ന ഒരച്ഛനാണ് ബഹുമാനപ്പെട്ട ചാക്കോ ചെറുത്തുരച്ച്. മാത്രമല്ല, എനിക്ക് ഏറ്റവും എടുത്തിട്ട് പറയാൻ സാധിക്കുന്നൊരു കാര്യം, ആരോടും ദേഷ്യമോ വൈരാഗ്യമോ വെറുപ്പോ ഒന്നും ഇല്ല. ഒരു പക്ഷേ ഇടപെടുമ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും രാത്രിയിൽ തന്നെ ആ വ്യക്തിയുമായി രമ്യതപ്പെട്ട് ഏറ്റവും സ്നേഹത്തോടുകൂടി എത്തിച്ചേരുന്ന ഒട്ടേറെ സംഭവങ്ങൾ എനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അത് അറ്റത്തോളം മുറിപ്പെടുത്തുന്ന വിധത്തിലാണെങ്കിൽ തന്നെയും ആ രാത്രിയിൽ ഒറ്റ ഫോൺ കോൾ കൊണ്ട് തീരും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവരൊരുമിച്ച് ഒരുപക്ഷെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ പിന്നീട് ഒരുമിച്ച് കൂടിയിരുന്ന് വർത്തമാനം പറയുന്നത് കണ്ടിട്ടുള്ള കാര്യമാണ്. പഠന സമയത്തിൽ അദ്ദേഹത്തിന് സംബന്ധിച്ചിടത്തോളം പഠനകാര്യങ്ങളിൽ അല്പം കുറവുണ്ട് പഠിക്കാനെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ കഴിവ് മാക്സിമം വിനിയോഗിച്ച് പഠനകാര്യം വിജയിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ചില പരാജയം സംഭവിച്ചാൽ പെട്ടെന്ന് മൂഡ് ഓഫ് ആവുമെങ്കിലും അതിനെ അതിജീവിച്ച് വേഗത്തിൽ തന്നെ ആ പരാജയത്തെ വിജയമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം കാണാൻ സാധിക്കുന്നത്. ഒരു പരാജയവും അദ്ദേഹം കാര്യമായിട്ട് കണക്കാക്കുകയില്ല. അത് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള കഠിനമായ ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. ആത്മീയ ഉത്കർഷത്തിന് വേണ്ടി അദ്ദേഹം ഓരോ ഇടവകയിലും പ്രശസ്തരായിരിക്കുന്ന വചനപ്രഘോഷകരെ കൊണ്ടുവന്ന് വചന കൺവെൻഷനുകൾ ഒട്ടുമുക്കാൽ എല്ലാ ഇടവകളിലും ചെയ്തിട്ടുണ്ട്. വളരെ പ്രഗത്ഭരായിരിക്കുന്നത് സാബുവാദത്തോട്ടിൽ ബ്രദർ സന്തോഷ് കരുമത്ര, പിന്നെ അതുപോലെ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ കൊണ്ടുവന്ന് വലിയ പന്തലിക്കിട്ടിട്ട് കൺവെൻഷൻ നടത്തുന്ന പ്രവണത അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ ഈ മരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ടാണ് സന്തോഷ് കരുമത്ര ഷെക്കൻ ടീമിൻ്റെ ഒരു കൺവെൻഷൻ അടുത്ത മാർച്ചിലേക്ക് ബുക്ക് ചെയ്തത്. അത്ര ഒരു ആത്മീയ ഉണർവുള്ള ഒരു വൈദികനാണ്. കൈവിട്ട് പോയി എന്നുള്ള സങ്കടം ഞങ്ങൾക്കുണ്ട്.